എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. മിഷൻ ഫസ്റ്റ് റാങ്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 22-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പെയ്ഡ് കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസും 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യം നോക്കുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാമ്പ് എന്ന് അർത്ഥം വരാത്ത പദം. പാമ്പ് എന്ന് അർത്ഥം വരാത്ത പദം. ആൻസർ ഓപ്ഷൻ സി മണ്ണൂകമാണ്. പാമ്പ് എന്ന് അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? അഹി, ചക്ഷുശ്രവണം, സർപ്പം. അടുത്തത് ആർജവം എന്ന പദത്തിൻ്റെ അർത്ഥം ഏത്? ആർജവം. ആൻസർ ഓപ്ഷൻ സി നിവർന്നത്. നിവർന്നത്. മത്സ്യം എന്നർത്ഥമുള്ള പദം. മത്സ്യം എന്നർത്ഥമുള്ള പദം. ആൻസർ ഓപ്ഷൻ എ ജശമാണ്. ജശം. കാല് അധികം താര്, കാൽത്താര്. സന്ധി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ദ്വിത്വം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷ എന്ന് പറഞ്ഞാൽ ക് അധികം ഷായാണ്, ജ എന്ന് പറഞ്ഞാൽ ഞാ എന്ന് പറഞ്ഞാൽ ജ അധികം ഞായാണ്. ഇവിടെ സ എന്ന് പറയുമ്പോൾ തായും സായുമാണ്. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. കത്ത് അയക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം ഏതാണ്? കത്ത് അയക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം. ആൻസർ ഓപ്ഷൻ സി ആണ് പ്രേക്ഷകൻ. പ്രേക്ഷകൻ. നന്മ എന്ന പദത്തിൻ്റെ ശരിയായ പിരിച്ചെഴുത്ത്. ആൻസർ ഓപ്ഷൻ സി നാല് അധികം മായാണ്. കൺ അധികം നീർ, കണ്ണീർ. സന്ധി ഏത്? ആൻസർ ഓപ്ഷൻ എ ആദേശസന്ധി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന എന്നുള്ളത് നായായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത് തലമുടി എന്ന അർത്ഥം വരാത്ത പദം. ആൻസർ ഓപ്ഷൻ സി കഴലാണ്. കഴൽ. അപ്പോൾ തലമുടി എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? കേശം, കഴൽ, കുഴൽ. അടുത്തത് ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കബന്ധം. കബന്ധം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 മലയാളം ക്വസ്റ്റ്യൻസ് പൂർത്തിയായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൽ ആദ്യം തന്നെ ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ. Ferdinand Magellan was a young Portuguese noble who served at the king's court. He dreamed of sailing around the world and reaching new horizons, but he became involved in the quagmire of political intrigue and lost king's favor. He tried to seek reconciliation, but in vain. He was dismissed from service and joined the court of the King of Spain, called his created history as the first man to circumnavigate the earth. അപ്പോൾ ഇവിടെ ഫെർഡിനൻഡ് മെഗലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാഗ്മയർ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാഗ്മയർ. ആൻസർ ഓപ്ഷൻ എ ആണ് എൻറ്റാങ്കിൾമെൻ്റ് ആണ്. എൻറ്റാങ്കിൾമെൻറ്റ്. അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സീക്ക് ഇസ്. സീക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സോട്ട്. ഫൈൻഡ് ഔട്ട് ദ ഫ്രം ദ പാസേജ് ദ വൺ വേർഡ് ഫോർ ദ സീക്രട്ട് പ്ലാനിങ് ഓഫ് സംതിങ് ഇല്ലിസിറ്റ് ഓർ ഡെട്രിമെൻ്റൽ. ഇല്ലിസിറ്റ് അല്ലെങ്കിൽ ഡെട്രിമെൻ്റലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇൻട്രിഗ്യൂ ആണ്. ഇൻട്രിഗ്യൂ. അടുത്തത് ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. മെഗലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് കിങ് ഓഫ് സ്പെയിൻ. ഇവിടെ ഡിഡാണ് വരേണ്ടത്. ജോയിൻഡ് എന്നുള്ള ആ ഒരു വാക്കാണ് വന്നിട്ടുള്ളത്. അത് ഡിഡാണ്. അതുപോലെ തന്നെ
സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിഡിൻറ്റ് ഹി. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ഓഫ് നൗൺ. എ ഡാഷ് ഓഫ് ലയൺസ് were basking in the sun. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൈഡ് ആണ്, പ്രൈഡ്. Fill in the blanks with using the correct option. If I had seen him, I dash to him. ഇവിടെ സ്പീക്കിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ് സ്പോക്കൺ. ഓക്കെ, എന്താണ് ഹാഡ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ചൂസ് ദ ഇഡിയം വിത്ത് ദ സെയിം മീനിങ് ആസ് അണ്ടർലൈൻഡ് വേർഡ്സ്. The collapse of the bank was totally unexpected. ഇവിടെ കൊളാപ്സ് ആണ് വേർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഐ എയ്റ്റ് ദ പോപ്കോൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഈറ്റൻ പോപ്കോൺ. Choose the correct phrasal verb to fill in the blanks. He is so rude that it is difficult to dash his behavior. അതായത് അവൻ ഭയങ്കര റൂഡായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിൻ്റെ ബിഹേവിയറുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പുട്ട് അപ്പ് വിത്ത് ആണ് വരുന്നത്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ആൻസർ ഓപ്ഷൻ സി ആണ്, 90 ആണ്, 90. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് ഓതർ ടു സബ്മിറ്റ് ടൈപ്പ് റിട്ടൺ ബുക്ക് മാനുസ്ക്രിപ്റ്റ്? ആരാണ് ടൈപ്പ് റിട്ടൺ ബുക്ക് മാനുസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി, മാർക്ക് ട്വെയിൻ ആണ്, മാർക്ക് ട്വെയിൻ. Brackets in the QWERTY keyboard can be found on the same keys as numbers. ബ്രാക്കറ്റ്സ് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 9 and 0. വാട്ട് ഡസ് ഷിഫ്റ്റ് കീ ഡു ഇൻ കീബോർഡ്? കീബോർഡിൽ ഷിഫ്റ്റ് കീ എന്താണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ് ലെറ്റ്സ് യു ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സിമ്പിൾസ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ടൈപ്പ് ചെയ്യാനെന്ന് പറയുന്നത് തെറ്റാണ്. സിമ്പിൾസും അതിൽ വരുന്നുണ്ട്. എല്ലാത്തിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇല്ല, മറ്റ് കീസിൽ സിമ്പിൾസ് ഉണ്ട്. ഇനി ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജ് ഈസ് ഡൺ ബൈ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ക്യാരേജിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോഗ് ബ്ലോക്ക് ആണ്. ഡോഗ് ബ്ലോക്കിൽ 2 ബ്ലോക്സ് ആണുള്ളത്, ലൂസ് ഡോഗും റിജിഡ് ഡോഗും. ഓക്കെ, 2 ഡോഗുകളാണുള്ളത് ഡോഗ് ബ്ലോക്കിൽ, ലൂസ് ഡോഗും റിജിഡ് ഡോഗും. അടുത്തത്, ദ പെർസെൻറ്റേജ് സിമ്പിൾ ഈസ് അബവ് ദ നമ്പർ. ആൻസർ ഓപ്ഷൻ എ, 5 ആണ്. ഇൻ ഡെമി ഒഫീഷ്യൽ ലെറ്റർ 2 അഡ്രസ് ഈസ് ടൈപ്ഡ് ഓൺ. ആൻസർ ഓപ്ഷൻ ഡി, ബോട്ടം ലെഫ്റ്റ് സൈഡ് ആണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഷിഫ്റ്റ് കീ ഇൻ ദ കീബോർഡ്? ഷിഫ്റ്റ് കീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കമ്പനിയാണ്? ആൻസർ ഓപ്ഷൻ എ, റെമിംഗ്ടൺ ആണ്, റെമിംഗ്ടൺ. ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ദ അണ്ടർവുഡ് കമ്പനി. ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അണ്ടർവുഡ് കമ്പനിയാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഗൈഡ് കീസ് ഇൻ ടൈപ്പ് റൈറ്റർ ഏതൊക്കെയാണ്? ഗൈഡ് കീസ് ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി, 3 ഓൺലി. എഫും ജെയും ഗൈഡ് കീസ് എഫും ജെയും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഗൈഡ് കീസ് സാധാരണ നമ്മൾ ഇതല്ല പഠിക്കുക, പക്ഷേ ഇവിടെ എഫും ജെയും കൊടുത്തിട്ടുണ്ട്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ്? ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി, ഫ്രാങ്ക് മെക്ഗ്യൂറിൻ ആണ്, എഫ് ഇ മെക്ഗ്യൂറിൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും അത് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇത്
റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.